ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ഒരു 5:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചട്നി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഞാൻ തലേദിവസം തന്നെ ഫ്രിഡ്ജിൻ്റെ താഴെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കടുകൊക്കെ പൊട്ടിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ മാവും നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇത്തവണ കുറച്ച് കൂടുതൽ മാവ് അരച്ചിട്ടുണ്ടായിരുന്നു. ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി ഇപ്പോൾ കുറേ നാളായിട്ട് ഉണ്ടാക്കലില്ല. അപ്പോൾ ഈ ഒരു പാത്രത്തിലും അതേപോലെ കുക്കറിലും ദോശയുടെ മാവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കടുകൊക്കെ താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ദോശയും കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്രെഡിൽ നഗറ്റ്സൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കോവിഡിൻ്റെ ടൈമിലാണ് കേട്ടോ ഞാനിങ്ങനെ ചെറിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ചെറിയതായിട്ട് പാട്ടുകളൊക്കെ പാടിയിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യുക, അല്ലാതെ അതിനെപ്പറ്റി ഒന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം വ്ളോഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയത് ഈ ഒരു വർഷത്തിലാണ് കേട്ടോ. 2025 ജനുവരി 1 തുടങ്ങിയാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് തുടങ്ങി നീ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് എൻ്റെ ചുറ്റും നിൽക്കുന്ന 2-3 പേരുണ്ട് കേട്ടോ. അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ്. അവർ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടും കൂടിയാണ് അവരങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയാം കേട്ടോ. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ആരാണ് എന്താണ് കാണുന്നതെന്നോ നമ്മുടെ വീഡിയോസ് എന്ത് രീതിയിലാണ് ആളുകളത് എടുക്കുന്നതെന്നോ ഒന്നും പറയാൻ പറ്റില്ല. പല തരത്തിലുള്ള ആളുകൾ പല രീതിയിൽ പല കണ്ണുകൾ കൊണ്ടായിരിക്കുമല്ലോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫ് പബ്ലിക്കാക്കുന്നതിനോട് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പബ്ലിക്കാക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അവർ നല്ല രീതിയിൽ തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെയ്യണോ മുന്നോട്ട് പോകണോ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇതിനോടുള്ളൊരു അടങ്ങാത്ത പാഷനും കുക്കിങ്ങിനോടുള്ള ഇഷ്ടവും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിത് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ആ ഒരു വിമർശനം ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അവർ പറയുന്നതിനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് അതിനെപ്പറ്റി ആലോചിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ലൈഫ് ഭയങ്കര സംഭവമോ അങ്ങനെയൊന്നുമല്ല, എന്നാലും എൻ്റെ പോലെ അല്ലെങ്കിൽ ഇയാളെ പോലെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും നമ്മളുടെ ചുറ്റും ഉണ്ടാവും. അതുകൂടാതെ നമ്മളറിയാവുന്ന പരിചയത്തിലുള്ളവർ ഇവളെന്താ ഡെയിലി ചെയ്യുന്നത്, ഇന്ന് അവളെന്താ ഉണ്ടാക്കിയത് എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് കാണുന്നവരുണ്ടാവും. കുക്കിംഗ് ഇഷ്ടമുള്ളവരുണ്ടാവും, അസൂയ കൊണ്ട് കാണുന്നവരുണ്ടാവും. പല രീതിയിലുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളതല്ലേ. അപ്പം നമ്മൾ സത്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരുടെയും കാര്യമാണ്. നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നതൊന്നും ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരത് ഹാപ്പി ആയിരിക്കും. നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് നമ്മളെക്കാളും എത്രയോ ഉയരത്തിലാണെങ്കിൽ കൂടി ഇവൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. അവർ നമ്മുടെ മുമ്പിൽ നന്നായിട്ട് അഭിനയിക്കും, നമ്മളുടെ മുമ്പിൽ അവർ സ്നേഹം വാരി വിതറും. പക്ഷെ ബാക്കിൽ അവർ പോയി കുറ്റവും പറയും. അവൾ അങ്ങനെയാണ് ജീവിക്കുന്നത്, അവൾ ഇങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഓർത്ത് സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്താതെ മറ്റുള്ളവരുടെ ജീവിതം നോക്കി വിഷമിച്ച് ടെൻഷൻ അടിച്ച് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളും നമ്മളുടെ ചുറ്റുമുണ്ടല്ലോ. അപ്പോൾ ഈ എവിൾ ഐ എന്ന് പറയുന്നൊരു സംഭവത്തിനോട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നറിയില്ല. അത് ശരിക്കും ഉള്ളതാണ്. ഞങ്ങളുടെ മതപരമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഖുർആനിലും അത് പറഞ്ഞിട്ടുണ്ട്. അസൂയ മനുഷ്യനെ വിറകിനെ തീ തിന്നുന്നത് പോലെ തിന്നും എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ലൈഫ് ഒറ്റയടിക്ക് ഇല്ലാതെ ആകും ആ ഒരു അസൂയയുടെ കണ്ണുകൾ കൊണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താ, നമ്മൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്നു, കുറച്ച് വീഡിയോസ് ഇടുന്നുവെങ്കിൽ കൂടി വേറെ രീതിയിൽ കാണുന്ന ആളുകളാണെങ്കിൽ പല രീതിയിൽ അവർക്ക് ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യാറുള്ളൂ. ഈവൻ ഞാൻ ഇതിന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ പോലും ഞാൻ ഇന്നതാണ് എടുത്തത്, ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഒക്കെ കാണിക്കണമെന്നുണ്ടായെങ്കിൽ കൂടി വേണ്ട. ഇപ്പോൾ അതില്ലാത്തൊരാളാണെങ്കിൽ അത് കണ്ട് അത് വിഷമിക്കാനും, അതുള്ള ആളുകളാണെങ്കിൽ കൂടി ഞാൻ അത് വാങ്ങിയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കാനും ഒക്കെ അതിനൊരു കാരണമാവുമെങ്കിൽ അത് വേണ്ട എന്ന് വിചാരിച്ച് ഞാനത് ഡ്രോപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നോർമൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ
കുക്കിങ്ങിൻ്റെ വീഡിയോസ് മാത്രം ഇടാനാണെങ്കിൽ കോടിക്കണക്കിന് യൂട്യൂബ് ചാനലുകൾ ഇവിടെ ഉണ്ട്. ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ള ചാനലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വലിയ കുക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാനും ഈ ഒരു യൂട്യൂബ് നോക്കി പഠിച്ച ആളാണ്. കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് വരെ ഒരു ചായ തിളപ്പിക്കാൻ പോലും എനിക്കും അറിയില്ലായിരുന്നു. അത് പിന്നീട് അങ്ങനെ പഠിച്ചു വന്നു, അത്രേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും പുതിയ റെസിപ്പീസും കാര്യങ്ങളൊക്കെ കണ്ട് അത് ട്രൈ ചെയ്യാനും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ അതിനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് പേജ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ യൂട്യൂബിലേക്ക് ഈ വർഷം തുടങ്ങി അങ്ങനെ മാറി, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിള്ളേരെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കിളിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അമ്താൻ സെറ്റാക്കി വെച്ചിട്ടാണ്. ഇപ്പം തന്നെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര ടെൻഷനാണ്. കിളിക്ക് എപ്പോഴും വിശക്കും എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ പുള്ളിക്ക്. അപ്പോൾ ചെറിയ ആളൊന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് സൂംബക്ക് പോകാമെന്ന് വിചാരിച്ചില്ലെങ്കിലും ഞാൻ വിചാരിച്ച് ഡ്രോപ്പ് ചെയ്യേണ്ട, ഹാസിമിനെയായിട്ട് പോവാം. അപ്പോൾ എൻ്റെ ട്രെയിനറും പറഞ്ഞു, മോനായിട്ട് വാ, കുഴപ്പമില്ല, അവനിവിടെ സെറ്റ് ആയിക്കോളും, മോനെ കൊണ്ട് വന്ന് നോക്ക്. ഈ ഹസ്ബൻഡ് ട്രാവൽ ചെയ്യണ സമയത്ത് താനിങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതൊന്ന് കണ്ടിന്യൂ ചെയ്താലല്ലേ അത് നമുക്കത് എഫക്റ്റീവ് ആവുള്ളൂ. അങ്ങനെ ആളെ ഞാൻ രാവിലെ കുളിപ്പിച്ച് ആൾ ദോശയൊക്കെ കഴിച്ച് നേരത്തെ എണീറ്റത് കൊണ്ട് അങ്ങനെ ആൾ ഭയങ്കര ഉഷാറാണ് കേട്ടോ. കറങ്ങാൻ പോകാൻ പിന്നെ പറയണ്ടല്ലോ. പിന്നെ വണ്ടിയിലൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല കേട്ടോ. കണ്ണേറ് അഥവാ എവിളായി അതൊക്കെ ഉണ്ടായിരിക്കാം. അത് ഉണ്ട്, അത് ഇല്ലാത്ത സംഭവമൊന്നുമല്ല, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുണ്ടെങ്കിൽ തന്നെ അതിനുള്ള പ്രതിവിധികളും പടച്ചോൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ പേരിൽ നമ്മളെ ലൈഫിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് അയ്യോ അവർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഇവർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈവൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഫോട്ടോ ഇടാൻ പോലും പേടിയാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പ്രശ്നമാവും നമ്മുടെ ലൈഫിൽ. എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. അതിൻ്റെ പേരിൽ നമ്മൾ എല്ലാവരെയും പേടിച്ച് നമ്മൾ ഇഷ്ടങ്ങൾ മാറ്റി വെച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അവരെ പേടിച്ച് നമ്മൾ എന്തിനും ജീവിച്ചു എന്നുള്ളൊരു ചിന്ത വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് കേട്ടോ. അതാണ് എന്നെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഇവർ വിമർശിക്കുന്നതെന്നും വേണ്ടാന്ന് പറയുന്നതും എന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് അവരോടുള്ളൊരു മറുപടി ആയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു വോയിസ് ഇടുന്നത് കേട്ടോ. ഹാസിമ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് എല്ലാവരുടെയും കൂടെ സൂംബയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരും എൻജോയ് ചെയ്തു, ഹാസിമും എൻജോയ് ചെയ്തു. അവൻ നല്ല ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഇനി ഡെയിലി അവനെ കൊണ്ടുവരണം, എന്നേക്കായി നന്നായിട്ട് അവൻ ഡാൻസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഷാരോൺ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് പാർക്കിലിതേ നല്ല കളിയാണ്. ഈ ഒരു എവിളായി എന്നുള്ള സംഭവം തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യത്തിലേക്കും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അത് നമ്മളുടെ ഒരു വിശ്വാസത്തിൻ്റെയും ചിന്തയുടെയൊക്കെ പ്രോബ്ലമാണ്. എന്ത് കാര്യം നമ്മളുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ സംഭവിക്കാമല്ലോ. എല്ലാവരുടെ ലൈഫും അപ്പ് ആൻഡ് ഡൗൺ തന്നെയാണ്. എപ്പോഴും സ്മൂത്തായിട്ട് പോകണമെന്നില്ല. അപ്പോഴത്തേക്കും നമ്മളത് കണ്ണേറാണ്, അവരങ്ങനെ കണ്ടതുകൊണ്ടാണ് എന്ന് നമ്മൾ വിചാരിച്ച് അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ അതും ഒരു പ്രശ്നം തന്നെയാണ്. ഇതൊക്കെ നമ്മളുടെ ലൈഫിലുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അള്ളാഹു അത് നമ്മളുടെ ഫെയ്ത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ മതത്തിൽ പറയുന്ന പോലെ നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്നുള്ള ഒരു തോട്ടുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും നെഗറ്റിവിറ്റിയുടെ കണ്ണുകൾ നമ്മൾ പേടിച്ചിട്ട് നമ്മൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അത് പടച്ചോൻ്റെ വിശ്വാസമില്ലാതെ മാറി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നെഗറ്റിവിറ്റി ഉണ്ടാവും, പക്ഷെ അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ എല്ലാ മതക്കാരിലും ഉണ്ടാവുമല്ലോ. ഈ കണ്ണേർ എന്നുള്ള സംഭവം നമുക്ക് മാത്രമല്ല എല്ലാ മനുഷ്യന്മാരിലും ലോകത്ത് സംഭവിക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്കതിനനുസരിച്ചുള്ള പ്രതിവിധികൾ ചെയ്ത് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോയാൽ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു വിജയം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഒക്കെയുള്ളൊരു മനുഷ്യനാണ്. എനിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ അസൂയയും കുശുമ്പും ഒക്കെ തോന്നാറുണ്ട്. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. അവരൊരിക്കലും നന്നായിട്ട് ജീവിക്കരുത് എന്ന് ഇന്നേ വരെ ഞാൻ ആരെയും ചിന്തിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ വേറൊരാളുടെ ലൈഫ് നമ്മളെക്കായും ബെറ്റർ ഒരു ലൈഫ്, അല്ലെങ്കിൽ നമ്മളെക്കായും ബെറ്റർ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് കിട്ടി എനിക്കത് കിട്ടിയില്ല എന്ന് ചിന്തിക്കും. പക്ഷേ അവർ നന്നായിട്ട് ജീവിക്കരുത് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. അങ്ങനെ ചിന്തിച്ച് നമ്മൾ മറ്റുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അതിന് മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതൊരിക്കലും നല്ലതിനാവില്ല. അതൊക്കെ നമുക്ക് തന്നെ തിരിച്ച് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
പിന്നെ ഞങ്ങളുടെ മതത്തിൽ പറയുന്ന പോലെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു നെയ്യത്ത് വെക്കുക, അതിനൊരു എയിം ഉണ്ടായിരിക്കുക. ഞാൻ ഇന്ന ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത് ചെയ്യുന്നത്. അപ്പം നല്ലത് ആഗ്രഹിച്ച് നല്ലത് ചെയ്ത് അതിലേക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്നായി വരും. അതിന് എവിൾ ഐ എന്നൊരു സംഭവത്തെ പേടിച്ച് മാറി മിണ്ടാതെ നിൽക്കണം എന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് കാണുന്നവർ എന്തെങ്കിലും ഒരു അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി എന്നുള്ളത് നിങ്ങളും കമൻറ്റ് ചെയ്യുക. നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മതത്തിലുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിനെയും കൂടി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക. അല്ലാതെ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ മിണ്ടാതെ ഇരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. എന്നോട് വീഡിയോസ് ചെയ്യണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് 2-3 കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ ഇടുമ്പോൾ തന്നെ അത് നോക്കിയിരിക്കുന്ന കുറച്ച് പേരുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്കിവിടെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് പല രീതിയിൽ അതിനെ എടുക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഈ പറയുന്ന എൻ്റെ വിമർശകർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അവർ വേണ്ട, കുട്ടികളെ കാണിക്കേണ്ട, കുട്ടികൾ ഫുഡ് കഴിക്കുന്ന കാണിക്കേണ്ട, നിൻ്റെ ലൈഫ് കാണിക്കേണ്ട, കുക്കിംഗ് മാത്രം ചെയ്താൽ മതി എന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത്. അവരെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല കേട്ടോ. എൻ്റെ നല്ലത് ആഗ്രഹിക്കുന്ന വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരുണ്ടല്ലോ, അപ്പോൾ അവരാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് ഊഹിക്കുകയും ചെയ്യാം. ഞാൻ നെഗറ്റീവ് മാത്രം പറഞ്ഞാൽ അത് മോശമായി പോകും. കാരണം എന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ്, നല്ല തിക്ക് ഫ്രണ്ട്സ് എനിക്കുണ്ട് കേട്ടോ. നീ ചെയ്തത് നന്നായിട്ടുണ്ടായിരുന്നു, ഞാൻ നിന്റെ വീഡിയോ കണ്ടിട്ടോ എന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, നീ വീഡിയോ ചെയ്യുന്നുണ്ടോ എന്നും ചോദിച്ച് ഓടി വരുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. അവരെയും കൂടി ഞാൻ പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും. അപ്പോൾ ഒരു ചുരുക്കം ചില ഈ പുഴുക്കുത്തുകൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അങ്ങനെ കുറച്ച് ടീമുകൾ ഉണ്ടാവുമല്ലോ. ഒരു 100%, ഒരു 5% പേര് അങ്ങനെയുള്ളവർ നമ്മുടെ ലോകത്തുണ്ടാവും. അപ്പോൾ അതിനെ വിചാരിച്ചിട്ട് നമ്മളുടെ ലൈഫ് കംപ്ലീറ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് വലിയ കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ ലഞ്ചിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിയാറായിട്ട്, പെക്കില്ലാത്തത് കൊണ്ട് തന്നെ മൊത്തത്തിൽ തട്ടിക്കൂട്ടാണ്. അപ്പോൾ മുരിങ്ങയില കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മുരിങ്ങയില പരിപ്പും കൂട്ടിയിട്ട് തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ചെടുത്തിട്ട് മുട്ടയും കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങയില തോരൻ ഇങ്ങനെയല്ല വെക്കേണ്ടത്. പിന്നെ ഞാനൊരു ഉഡായിപ്പിന് വെറുതെ മുട്ട ചിക്കി എടുത്തിട്ട് അതിലേക്ക് മുരിങ്ങയിലയും കൂടി ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ. ശരിക്കും ഇങ്ങനെയൊന്നും അല്ല, കടുകൊക്കെ പൊട്ടിച്ച് ഒക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് ഫുള്ള് ഉഡായിപ്പാണ്. അപ്പോൾ ഇത് ലഞ്ചും ഇന്ന് ഉഡായിപ്പായിട്ട് ഒപ്പിച്ച് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഫിഷോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാൽമൺ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് മസാല വെച്ചത്. അതൊന്ന് ഫ്രൈ ചെയ്തിട്ട്, വലിയ സാൽമൺ ആകുമ്പോൾ വലിയ പീസാണല്ലോ, അപ്പോൾ എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് ഒരുമിച്ച് ഞാനങ്ങനെ അങ്ങോട്ട് വാരി കൊടുത്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ നമ്മളുടെ ചെറിയ കുക്കറിൽ ദോശമാവ് ഇരിക്കുന്നതുകൊണ്ട് വലിയ കുക്കറിലാണ് കേട്ടോ ചോറൊക്കെ വെച്ചത്. അപ്പോൾ നിങ്ങളോട് പറയാൻ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഞാൻ എൻ്റെ മതത്തിനെയോ അല്ലെങ്കിൽ ഒരു നിയമത്തിനെയോ കൊണ്ടുവരാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എവിളായി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കംപ്ലീറ്റ് പ്രയോറിറ്റി അതിലേക്ക് മാത്രമാവരുത് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഞാൻ എന്നെ കംപ്ലീറ്റ്ലി ഏൽപ്പിക്കുന്നത് എൻ്റെ നാഥനിലേക്കാണ്. ആ ഒരു ചിന്ത ഉണ്ടായിരിക്കുക. പിന്നെ നമ്മളുടെ നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ളൊരു വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിനെ പേടിച്ച് ജീവിക്കുന്ന ഒരാളെങ്കിലും ഈ ഒരു ഭൂമിയിലുണ്ടെങ്കിൽ അതിനെ ആലോചിച്ച് നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളിഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മുടെ പാഷനുകളെയൊന്നും മാറ്റി വെക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ടോപ്പിക് ഇടാൻ കാരണം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റി ഞങ്ങളുടെ ഇടയിൽ ഭയങ്കരമായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറയുന്നവരുമായിട്ട് ഞാനിങ്ങനെ ഈ ഒരു കാര്യം ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റീൽസ് അങ്ങോട്ടും ഇങ്ങോട്ട് അയക്കുന്നുണ്ട്, ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് നമ്മളുടെ ലൈഫിലുണ്ടെന്ന് നമുക്കറിയുകയും ചെയ്യാം. നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്ന നമ്മുടെ കസിൻസ് ആവാം, നമ്മുടെ ഫാമിലിയിലുള്ളവരാവാം, നമ്മൾ കല്യാണം കഴിച്ച വീട്ടിലുള്ളവരാവാം, നമ്മളെ നാട്ടുകാരാവാം, നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നവരാകാം. നമുക്ക് ആരെയും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളുടെ മുമ്പിൽ ചിരിച്ച് കാണിക്കുന്നവരുടെ മനസ്സിലെന്താണെന്ന് ഒരിക്കലും നമുക്ക്
ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എൻ്റെ ലൈഫിൽ വന്നപ്പോൾ എന്തായാലും അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും കഥകൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ബോറടിച്ചവർക്ക് എന്തായാലും വെരി സോറി. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നും കൂടി പ്ലീസ് ഒന്നൊരു കമൻറ്റ് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ പരിപ്പും മുരിങ്ങയിലയും കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ കടുകൊക്കെ ഒന്ന് താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പ് ഓൾറെഡി പച്ചമുളകും ഒക്കെ ഇട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു, ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട്. അത് വെന്തതിന് ശേഷം അതിലേക്ക് തേങ്ങയും ചെറിയുള്ളിയും ചെറിയ ജീരകമൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മുരിങ്ങയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മുരിങ്ങയിലേക്ക് ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ, ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണല്ലോ. ഇവിടെ ഭയങ്കര റേറ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു ദിർഹംസിനൊക്കെ നമ്മൾ ചീരയാണെങ്കിലും മുരിങ്ങയിലയാണെങ്കിലും കറിവേപ്പിലയാണെങ്കിലൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലപ്പോഴൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നോമ്പൊക്കെ ആയിട്ട് ഇപ്പോൾ കുറേ ആയി വാങ്ങിയിട്ട്. അപ്പോൾ കുറച്ച് ചീരയും മുരിങ്ങയിലൊക്കെ കണ്ടപ്പോൾ അങ്ങനെ അങ്ങോട്ട് വാങ്ങിയതാണ്. അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഫുഡൊക്കെ കൊടുത്തു. അവർ വന്നപ്പോൾ ഒരു 2:30 മണിയൊക്കെ ആയിട്ടുണ്ടായിട്ടാ. ഇപ്പോൾ ഇവിടുത്തെ കലാപരിപാടികൾ ഇതൊക്കെയാണ്. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിഞ്ഞ് നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഒരു ഇമോജി ആണെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.